മതത്തെ രാഷ്ട്രീയവുമായി കൂട്ടിക്കെട്ടരുത്. ആരാധനാലയങ്ങളിൽ രാഷ്ട്രീയം കലർത്തരുത്. പ്രഖ്യാപിത നയങ്ങളിൽ നിന്ന് മാറി ക്ഷേത്രങ്ങളുടെ ഭരണം പിടിച്ചെടുക്കാനും പാർട്ടി പ്രചാരണത്തിനും CPM മുന്നിൽ നിൽക്കുന്നതിന് ഉത്തമ ഉദാഹരണമാവുകയാണ് കൊല്ലം കടയ്ക്കൽ ദേവി ക്ഷേത്രത്തിലെ തിരുവാതിര മഹോത്സവം. പാർട്ടി പതാകകൾ പാറിക്കളിക്കുകയും പാർട്ടിയുടെ വിപ്ലവ ഗാനങ്ങൾ പുഷ്പനെ അറിയാമോ ഉൾപ്പെടെ ഉയർന്നു കേൾക്കുകയും ലാൽ സലാം, DYFI സിന്ദാബാദ് തുടങ്ങിയവ മുഴങ്ങുകയും ചെയ്തതോടെ വിമർശനവുമായി കോൺഗ്രസും BJPയും രംഗത്ത്. നവകേരള സദസ്സ് ക്ഷേത്രഭൂമികളിൽ നടത്താനുള്ള തീരുമാനം തടഞ്ഞ സമയത്ത് ഹൈക്കോടതി ഉത്തരവിട്ടതാണ് ക്ഷേത്രങ്ങളെ രാഷ്ട്രീയ പ്രചാരണത്തിന് ആയുധമാക്കരുതെന്ന്. ഇത് കാറ്റിൽ പറത്തി ആര് ചോദിക്കാനെന്ന ഭാവത്തിൽ CPM നടത്തുന്ന ഈ ഇടപെടലിന് പിന്നിലെന്ത്? RSSനെ ചെറുക്കാൻ ക്ഷേത്ര കമ്മിറ്റികളിൽ സ്വാധീനം ഉറപ്പിക്കണമെന്ന പാർട്ടി നിർദ്ദേശത്തിന്റെ പൂർത്തീകരണമോ? പാർട്ടി ഗ്രാമങ്ങളിലെ ക്ഷേത്രങ്ങളിൽ CPM സ്തുതികളും ചിഹ്നങ്ങളും ഉയർത്തിക്കാട്ടാനുള്ള നീക്കം. പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു. ക്ഷേത്രോത്സവത്തിൽ ചെങ്കൊടിയും ലാൽ സലാമും എന്തിന്?